ടിപ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകളും കൊണ്ടാണ്. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അരയ്ക്കുമ്പം ഭയങ്കര ഹാർഡായി പോകാറുണ്ട് ദോശമാവൊക്കെ. അതുപോലെ തന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് അല്ലാതെ ആകാറുണ്ട്. അപ്പം അതൊക്കെ പരിഹരിക്കാനുള്ള കുറച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എല്ലാവർക്കും അത് ഒരുപാട് സഹായമായിരിക്കും. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്ന മാവ് നല്ല മയമായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ മിക്സിയിലാണ് അരയ്ക്കാറുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉഴുന്നും അരിയുമൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് അരയ്ക്കാറ്. ചിലവർ അരയ്ക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉഴുന്ന് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാറുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എടുക്കുന്ന അരി ഒരു 3 ഗ്ലാസ് അരി എടുക്കുവാണെങ്കിൽ ഞാൻ 1.5 ഗ്ലാസ് ഉഴുന്ന് ചേർക്കാറുണ്ട് അതിനകത്തേക്ക്. ഇനി നമ്മൾ എടുക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്നത് റേഷൻ പച്ചരി ആണെങ്കിൽ, നമ്മൾ 3 ഗ്ലാസ് റേഷൻ പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1.25 ഗ്ലാസ് എങ്കിലും ഉഴുന്ന് ചേർക്കണേ. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്നെസ് ആ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ എടുക്കുന്ന ആ ഒരു അരിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ നല്ലൊരു സ്മെല്ലൊക്കെ തരും. നമ്മളുടെ ദോശയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഉലുവ ഇടാത്തവരാണെങ്കിൽ, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലിക്കാണ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ ഇതുപോലെ നികപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇഡ്ഡലിക്കാണ് അരയ്ക്കുന്നതെങ്കിൽ. നമ്മളിനി ദോശയ്ക്കാണ് അരയ്ക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് മുകളിൽ പൊങ്ങി നിൽക്കണം. ആ രീതിയിൽ വേണം ദോശമാവിന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്ത് ഒരു 1/4 കപ്പ് നമ്മളുടെ അവലുണ്ടല്ലോ, അവൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും നമ്മളുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ അരച്ചു കൊടുക്കുന്നതിനകത്തേക്ക് നമുക്ക് ഇനി അവലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കതിനകത്തേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി പശയൊക്കെ ഉള്ള അരിയാണെങ്കിൽ നമ്മളുടെ ഇഡ്ഡലി ഒരു പശമയമായി പോകാറുണ്ട്. ഞാൻ ഈ ചോറും അതുപോലെ തന്നെ അവലും ഒന്നും ചേർത്ത് കൊടുക്കാറില്ല. ഈ ഒരു 3 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ഉഴുന്ന്, ആ രീതിയിലാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. ഞാനിവിടെ നല്ല ഇനം പച്ചരിയാണ് ഉഴുന്നിനും ദോശയ്ക്കുമൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. പിന്നെ നിങ്ങൾ ഈ വെള്ളം അരിയിൽ ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. എങ്കിലാണ് നമ്മളുടെ ഉഴുന്നിന് നല്ലൊരു മാർദ്ദവം കിട്ടത്തുള്ളൂ. ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നാൽ മാത്രമാണ് നമ്മളുടെ ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. പിന്നെ അടുത്ത ടിപ്പ് പറയാം. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുമ്പോഴത്തേനും നമ്മളുടെ മിക്സി വല്ലാതെ ചൂടായി പോകാറുണ്ട്. അപ്പം എത്ര കുറച്ച് അരച്ചാലും ചിലപ്പം കുറച്ച് നേരം അരച്ച് കഴിയുമ്പോഴത്തേനും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കുന്ന സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, മാവ് ചൂടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. കുറച്ച് പച്ചവെള്ളം ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങ് ഇറക്കി വെക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് വേണം നമ്മൾ ഒഴിക്കുന്ന മാവ്, അതായത് മിക്സിയിൽ നിന്ന് അരയ്ക്കുന്ന മാവ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പാത്രം നമ്മളൊരു വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. അപ്പം നമ്മളുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒട്ടും ചൂടാവാതെ തന്നെ കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കപ്പ് അരിയൊക്കെ വെച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. മിക്സിയിൽ ഒരുപാട് ഇട്ട് അരയ്ക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതും നമ്മളുടെ ഇഡ്ഡലി സോഫ്റ്റ് ആവാതിരിക്കാനായിട്ട് കാരണമാകും.
പിന്നെ നമുക്ക് അരയ്ക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും, ഇതാ ഇതുപോലെ നല്ല പതഞ്ഞ് വരും കേട്ടോ. അങ്ങനെ വരുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിട്ടും ദോശയായിട്ടും ഒക്കെ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് വെക്കാറുണ്ട്. ചിലവർ രാവിലെയാണ് ഉപ്പ് ചേർക്കാറുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉപ്പ് ചേർത്ത് വയ്ക്കാറാണ് പതിവ്. കറക്റ്റ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ മിക്സിയിൽ നിന്നൊക്കെ ഒഴിച്ചു, പാത്രത്തിലേക്ക് ഒഴിച്ചു, അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. ആ ഫ്രിഡ്ജിൽ വെക്കുന്നത്, ഞാനിപ്പം ഒരു 4 മണിക്ക് അരയ്ക്കുന്ന മാവാണെങ്കിൽ 8 മണിയാകുമ്പം ഞാൻ എടുത്തത് ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം ഞാൻ കുറച്ച് മാവ് മാത്രം ഒഴിച്ച് ഒരു പാത്രത്തിൽ വെക്കും. ആ മാവാണ് പിറ്റേ ദിവസത്തേന് ഞാൻ എടുക്കാറുള്ളത്. ഒരു 3-4 ദിവസത്തേന് നമുക്ക് ഈ മാവ് തന്നെ മതിയായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ. അപ്പോൾ ഒട്ടും പുളിച്ചു പോകാത്ത നല്ല ദോശമാവ് നമുക്ക് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മാവ് അരച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ മാത്രം പുറത്ത് വെക്കുക. അതിനുശേഷം ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ എപ്പോഴാണോ നമ്മൾ ദോശ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, അതിൻ്റെ ഒരു 4 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒട്ടും പുളിയില്ലാത്ത നല്ല സൂപ്പർ ഇഡ്ഡലി നിങ്ങൾക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കണ്ടോ, ഞാനിവിടെ കുറച്ച് മാവെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പിറ്റേ ദിവസത്തേന് എടുക്കാൻ പോകുന്ന മാവ്. ബാക്കിയെല്ലാം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നോക്കുവാണെങ്കിൽ ഇഡ്ഡലിയുടെയൊക്കെ മുകളിലായിട്ട് ഈർപ്പം, അതായത് നനവ് അനുഭവപ്പെടാറുണ്ട്. ഇത് നമ്മളുടെ ഇഡ്ഡലിയൊക്കെ വേഗം ചീത്തയാവാനായിട്ടും നമുക്ക് കാരണമാകും. ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റും കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് സ്റ്റീം കൊടുക്കുക. അപ്പം നമ്മളുടെ ആ ഒരു ഇഡ്ഡലിയുടെ മുകളിലുള്ള ഈർപ്പമൊക്കെ വേഗം തന്നെ വലിഞ്ഞു പോകും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങുന്ന സമയത്തും പരീക്ഷിക്കാവുന്നതാണ്. ഏത്തപ്പഴം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴും വെള്ളമൊക്കെ പറ്റാറുണ്ട്, അതിലേക്ക് ഈ ആവി വെള്ളമൊക്കെ വീണ് നനവ് പറ്റാറുണ്ട്. ഈ സമയത്തും നിങ്ങൾക്ക് ഈ ടിപ്പ് പരീക്ഷിക്കാം. ഏത്തപ്പഴം പുഴുങ്ങുന്നതിൻ്റെ ആ സ്റ്റീമറിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് സ്റ്റീം കയറ്റിയെടുക്കുക. അപ്പം നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു നനവൊക്കെ മാറി നല്ല പഴമായിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ല വീഡിയോസും കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സുകളും ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കമൻറ്റുകളിലൂടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.